ഈ ആനയെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് പേടിക്കണം നമ്മൾ എന്തായാലും. ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇത്രയും ആനേനെ മെരുക്കാൻ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നില്ല അല്ലേ? പിന്നെ ഒന്നും പറഞ്ഞു മനസ്സിലാക്കണ്ടല്ലോ, ആന ചെയ്യണത് നമ്മൾ ഷൂട്ട് ചെയ്യാന്നുള്ളതോ. ഇല്ല, അത് ആക്ച്വലി ഇത് ഒരുപാട് സിനിമകളിലൊക്കെ സ്ഥിരം പോകുന്ന ഒരു ആനയാണ്. വളരെ പേര് പോലെ തന്നെ സാധു, പുതുപ്പള്ളി സാധു എന്നാണ് പേര്. ഭയങ്കര ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു ആനയാ. അപ്പോ എന്താ വെച്ചാൽ നമ്മള് കറക്റ്റ് പറഞ്ഞു അതുപോലെ തന്നെ വന്ന് ചെയ്ത് കറക്റ്റ് പൊസിഷൻ റീടേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിലേക്ക് പോയിട്ട് വീണ്ടും വന്ന് ചെയ്യും. കറക്റ്റ് പൊസിഷനിൽ വന്ന് നിൽക്കുക, പറയുന്ന പോലെ trained, well No, പാപ്പാൻ കൊണ്ടുപോയി നിർത്തില്ല. വെൽ ട്രെയിൻഡ് എലിഫന്റ്. Okay. അല്ലാതെ ആനയെ പോയി നിൽക്കുന്നു പറഞ്ഞു വെക്കുവോ? He's an actor. He's usually Yeah, He's very famous in Kerala. Okay. Very famous. Okay. Lot of fan followers like you. ബട്ട് ലാസ്റ്റ് like you അവസാനം അതിന്റെ അവസാനം ആനയുടെ സ്വഭാവം മാറി. ഇത് ദേഷ്യം പിടിച്ചിട്ട് കാട്ടിലേക്ക് ഓടി പോയി എന്നാ കേട്ടോ. അല്ല, അത് ഞങ്ങളുടെ അടുത്ത ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് വേറൊരു സിനിമയുടെ ഷൂട്ടിന് അപ്പോഴാണ് ബോധം വന്നത്, ഞാൻ എന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണേ. കാട്ടിലോട്ട് പേടിച്ചോടിയാണ്. അപ്പൊ ആ സമയത്ത് വാർത്തയൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ ഒരു സംഭവം കഴിഞ്ഞിട്ടാണല്ലോ ഭ്രാന്ത് വരിക. ആയിരിക്കും. എനിക്കൊക്കെ അങ്ങനെയാ അല്ലേ? You have mad, no? I have കോമ്പിനേഷൻ സീൻസ് ഉണ്ടോ നമ്മുടെ സാധുവിനും? I have mad, you have Madness. Yeah. I am a little crazy, Yeah. but not so insanely crazy. I'm a little crazy. But I am insanely crazy and madness.